ഹയർ സെക്കൻഡറി സർട്ടിഫിക്കറ്റുകളിൽ ഗുരുതരമായ തെറ്റുകൾ വന്ന സംഭവത്തിൽ പ്രതിഷേധം ശക്തമാകുന്നു. സ്വകാര്യ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ സഹായിക്കാൻ ബോധപൂർവമായ ഇടപെടൽ ഉണ്ടായി എന്നാണ് വിമർശനം. കുറ്റക്കാരായ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്ന ആവശ്യമാണ് ഉയരുന്നത്. ഹയർ സെക്കൻഡറി വിഭാഗം നിരന്തര മൂല്യനിർണ്ണയത്തിനുള്ള 30,000 സർട്ടിഫിക്കറ്റുകളിലാണ് ഗുരുതരമായ പിഴവുകൾ സംഭവിച്ചത്. 1ാം വർഷത്തിന് നൽകിയ CE മാർക്ക് തന്നെ 2ാം വർഷത്തെ കോളത്തിലും ഇടം പിടിക്കുകയായിരുന്നു. 4.25 ലക്ഷം സർട്ടിഫിക്കറ്റുകളായിരുന്നു ഹയർ സെക്കൻഡറി വിഭാഗം അച്ചടിച്ചത്. കേരളത്തിന് പുറത്തുള്ള പ്രസ്സിലായിരുന്നു സർട്ടിഫിക്കറ്റുകൾ അച്ചടിച്ചത്. പൊതുവിദ്യാഭ്യാസ സംവിധാനങ്ങളുടെ വിശ്വാസ്യത തകർത്ത് സ്വകാര്യ CBSE, ICSE സംവിധാനങ്ങളെ സഹായിക്കാനാണ് നീക്കമെന്നാണ് വിമർശനം. കുറ്റക്കാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്ന് ദേശീയ അധ്യാപക പരിഷത്ത് ആവശ്യപ്പെട്ടു. കേരള ചരിത്രത്തിൽ ഇന്നേ വരെ ഒരു പരീക്ഷ നടത്തി അതിൻ്റെ മാർക്ക് ലിസ്റ്റ് പോലും കൃത്യമായി കൊടുക്കാൻ സാധിക്കാത്ത ഈ ഇടതുപക്ഷ സർക്കാർ നമ്മുടെ പൊതുവിദ്യാഭ്യാസത്തെ പൂർണ്ണമായും തകർക്കുമെന്നുള്ളതിൽ തർക്കമില്ല. അതേപോലെ തന്നെ പരീക്ഷ പോലും കൃത്യമായി നടത്തി സർട്ടിഫിക്കറ്റ് പോലും നൽകാൻ സാധിക്കാത്ത, തെറ്റുകൂടാത്ത ചോദ്യപേപ്പർ പോലും ഇറക്കാൻ സാധിക്കാത്ത ശിവൻകുട്ടി വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിസ്ഥാനം ഉടൻ തന്നെ രാജിവെച്ചൊഴിഞ്ഞ് കേരളത്തിന്റെ വിദ്യാഭ്യാസത്തെ രക്ഷപ്പെടുത്തണം എന്നാണ് ദേശീയ അധ്യാപക പരിഷത്തിന് പറയാനുള്ളത്. തെറ്റായ സർട്ടിഫിക്കറ്റുകൾ അച്ചടിച്ച പ്രസ്സിനെ കരിമ്പട്ടികയിൽപ്പെടുത്തുകയും കുറ്റക്കാരായ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നുമാണ് ആവശ്യം. സംഭവം വിവാദമായ സാഹചര്യത്തിൽ പുതിയ സർട്ടിഫിക്കറ്റുകൾ നൽകാൻ വിദ്യാഭ്യാസ മന്ത്രി നിർദ്ദേശം നൽകിയിരുന്നു. ഹയർ സെക്കൻഡറി അക്കാദമിക് വിഭാഗം ജോയിന്റ് ഡയറക്ടർ, സംസ്ഥാന IT സെൽ പ്രതിനിധി, സർക്കാർ പ്രതിനിധി എന്നിവരുൾപ്പെട്ട സമിതിയെ അന്വേഷണത്തിന് നിയോഗിച്ചിട്ടുണ്ട്. എന്നാൽ മുഖം സംരക്ഷിക്കാനും വേണ്ടപ്പെട്ടവരെ രക്ഷപ്പെടുത്താനുമുള്ള നീക്കമാണ് നടക്കുന്നതെന്നാണ് പ്രധാന ആരോപണം. ജനം, കോഴിക്കോട്.